കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാന ഘടന. കമ്പ്യൂട്ടറിന് പ്രധാനമായും 4 ഭാഗങ്ങളാണുള്ളത്. ഇൻപുട്ട് യൂണിറ്റ്, സ്റ്റോറേജ് യൂണിറ്റ്, പ്രോസസ്സിംഗ് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്. ഇൻപുട്ട് യൂണിറ്റ് യൂസർ നൽകുന്ന നിർദ്ദേശങ്ങളെ കമ്പ്യൂട്ടറിലേക്ക് എത്തിക്കുന്നത് ഇൻപുട്ട് യൂണിറ്റിലൂടെയാണ്. യൂസർ നൽകുന്ന നിർദ്ദേശങ്ങളനുസരിച്ച് ഇവ പ്രവർത്തിക്കുകയും കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ എത്തിക്കുകയും ചെയ്യുന്നു. ഇൻപുട്ട് ഉപകരണങ്ങൾ താഴെ പറയുന്നവയാണ്: കീബോർഡ്, മൗസ്, സ്കാനർ, ബാർകോഡ് റീഡർ, OMR, MICR, ജോയ്സ്റ്റിക്ക്, ട്രാക്ക് ബോൾ, വെബ് ക്യാമറ, മൈക്രോഫോൺ. കീബോർഡ്. 1. കീബോർഡ് കമ്പ്യൂട്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും പഴക്കം ചെന്നതുമായ ഒരു ഇൻപുട്ട് ഉപകരണമാണ് കീബോർഡ്. കീബോർഡിലെ ബട്ടണുകൾ അമർത്തുമ്പോൾ അവ ഇലക്ട്രോണിക് സിഗ്നലുകളായി മാറി കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങളെത്തിക്കുന്നു. കീബോർഡിലെ കീകൾ പ്രധാനമായും താഴെ പറയുന്നവയാണ്: ആൽഫബറ്റിക് കീകൾ, ആൽഫബറ്റിക് കീസ്, A മുതൽ Z വരെയുള്ള അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യാൻ. ന്യൂമറിക് കീകൾ, ന്യൂമറിക് കീസ്, 0 മുതൽ 9 വരെയുള്ള അക്കങ്ങൾ ടൈപ്പ് ചെയ്യാൻ. ഫംഗ്ഷൻ കീകൾ, ഫംഗ്ഷൻ കീസ്, മുകളിൽ കാണുന്ന F1 മുതൽ F12 വരെയുള്ള പ്രത്യേക കീകൾ. കൺട്രോൾ കീകൾ, കൺട്രോൾ കീസ്, കൺട്രോൾ, ആൾട്ട്, ഷിഫ്റ്റ് തുടങ്ങിയവ. മൗസ് വളരെ ചെറിയ ഒരു ഇൻപുട്ട് ഉപകരണമാണ്. ഇതിനെ പോയിന്റിംഗ് ഡിവൈസ് എന്ന് വിളിക്കുന്നു. പ്രധാനമായും 3 ബട്ടണുകളാണുള്ളത്: ലെഫ്റ്റ് ബട്ടൺ, റൈറ്റ് ബട്ടൺ, സ്ക്രോൾ ബട്ടൺ. ട്രാക്ക് ബോൾ ഉപയോഗിച്ചോ ലേസർ രശ്മികൾ ഉപയോഗിച്ചോ ആണ് മൗസ് പ്രവർത്തിക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ കീബോർഡിന് പകരമായി മൗസ് ഉപയോഗിക്കുന്നു. സ്കാനർ ഒരു ഫോട്ടോകോപ്പിയർ പോലെ പ്രവർത്തിക്കുന്ന ഇൻപുട്ട് ഉപകരണമാണ്. സ്കാനർ ഉപയോഗിച്ച് വിവിധതരം ഡോക്യുമെന്റുകളെ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറ്റുന്നു. വീടുകളിലും ഓഫീസുകളിലുമെല്ലാം സ്കാനർ ഉപയോഗിക്കുന്നു. ബാർകോഡ് റീഡർ സൂപ്പർമാർക്കറ്റിലും ലൈബ്രറി കയറ്റുമതി ഇറക്കുമതി കേന്ദ്രങ്ങളിലും ഉപയോഗിക്കുന്നു. തിരിച്ചറിയാനും അതിന്റെ വില, നിർമ്മിത തീയതി, മറ്റു വിവരങ്ങൾ എന്നിവയെല്ലാം മനസ്സിലാക്കുന്നതിന് ബാർകോഡ് റീഡർ ഉപയോഗിക്കുന്നു. ഒരു ബാർകോഡ് റീഡർ ബാർകോഡ് ഡാറ്റയെ സ്കാൻ ചെയ്ത് ഒരു ആൽഫ ന്യൂമറിക്ക് വാല്യൂ ആക്കി മാറ്റുന്നു. ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ സ്കാനിംഗ് രീതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മറ്റൊരു ഇൻപുട്ട് ഉപകരണമാണ് OMR. കടലാസുകളിൽ പേന കൊണ്ടോ പെൻസിൽ കൊണ്ടോ അടയാളപ്പെടുത്തിയിട്ടുള്ള അടയാളങ്ങളെ സ്കാൻ ചെയ്തെടുക്കാൻ ഉപയോഗിക്കുന്നു. PSC പോലുള്ള പരീക്ഷാ മൂല്യനിർണ്ണയത്തിന് ഇവ ഉപയോഗപ്പെടുത്തുന്നു. മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നീഷൻ പ്രത്യേക കാന്തിക മഷി ഉപയോഗിച്ച് അച്ചടിക്കുകയോ എഴുതുകയോ ചെയ്തിട്ടുള്ള അക്ഷരങ്ങളെയും അക്കങ്ങളെയും വായിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണമാണ് MICR. ബാങ്കിംഗ് മേഖലകളിൽ ചെക്കുകളുടെ സംസ്കരണം നടത്തുന്നതിന് MICR ഉപയോഗിക്കുന്നു. ജോയ്സ്റ്റിക്ക് മൗസ് പോലെ പ്രവർത്തിക്കുന്ന മറ്റൊരു പോയിന്റ് ഡിവൈസാണ്. കമ്പ്യൂട്ടർ ഗെയിം മേഖലയിലാണ് ഇവ ഉപയോഗിക്കുന്നത്. പ്രോഗ്രാമുകളെ നിയന്ത്രിക്കുവാൻ പ്രത്യേക ബട്ടണുകളും ഇതിൽ ക്രമീകരിച്ചിരിക്കുന്നു. ട്രാക്ക് ബോൾ മൗസ് പോലെ ഉപയോഗിക്കാവുന്ന മറ്റൊരു പോയിന്റ് ഡിവൈസാണ് ട്രാക്ക് ബോൾ. കൈവിരൽ പ്രോഗ്രാമുകളെ നിയന്ത്രിക്കുവാനായി ബട്ടണുകളും ഇതിൽ ക്രമീകരിച്ചിരിക്കുന്നു. ട്രാക്ക് ബോൾ ചലനങ്ങൾക്ക് അനുസരിച്ചാണ് ഡിജിറ്റൽ സിഗ്നലുകൾ കമ്പ്യൂട്ടറിലേക്ക് എത്തുന്നത്. മൈക്രോഫോൺ ഓഡിയോ സിഗ്നലുകളെ സ്വീകരിച്ച് ഡിജിറ്റൽ ഭാഷയിലേക്ക് മാറ്റുന്ന ഇൻപുട്ട് ഉപകരണമാണ് മൈക്രോഫോൺ. വോയിസ് ചാറ്റിംഗ്, വീഡിയോ ചാറ്റിംഗ് പോലുള്ള സാങ്കേതികവിദ്യകൾ മൈക്രോഫോൺ ഉപയോഗിച്ചാണ് ചെയ്യുക. വെബ് ക്യാമറ ചിത്രങ്ങൾ പകർത്തുകയും അവയെ ഡിജിറ്റൽ രൂപത്തിൽ മാറ്റുകയും ചെയ്യുന്ന ഇൻപുട്ട് ഉപകരണമാണ്. വെബ് ക്യാമറ വീഡിയോ ചാറ്റിംഗ്, വീഡിയോ കോൺഫറൻസിനുമെല്ലാം ഉപയോഗിക്കുന്നു. സ്റ്റോറേജ് യൂണിറ്റ് ഒരു കമ്പ്യൂട്ടറിൽ വിവരങ്ങളെ താൽക്കാലികമായോ സ്ഥിരമായോ സംഭരിച്ചു വയ്ക്കുവാൻ സ്റ്റോറേജ് യൂണിറ്റ് ഉപയോഗിക്കുന്നു. പ്രൈമറി, സെക്കൻഡറി, മെമ്മറി എന്നിങ്ങനെ സ്റ്റോറേജ് യൂണിറ്റിന് പ്രധാനമായും 2 ഭാഗങ്ങളാണുള്ളത്. പ്രൈമറി മെമ്മറിയെ മെയിൻ മെമ്മറി എന്നും ഇന്റേണൽ മെമ്മറി എന്നും വിളിക്കുന്നു. പ്രൈമറി മെമ്മറിക്ക് വേഗത വളരെ കൂടുതലും സംഭരണശേഷി വളരെ കുറവാണ്. പ്രോസസ്സിംഗിനാവശ്യമായ ഡേറ്റയെയും പ്രോഗ്രാമുകളെയും താൽക്കാലികമായി സംഭരിക്കുവാൻ പ്രൈമറി മെമ്മറി ഉപയോഗിക്കുന്നു. CPUവിൽ നേരിട്ടുപയോഗിക്കുവാൻ കഴിയുന്ന മെമ്മറിയാണ് പ്രൈമറി. മെമ്മറിക്ക് 2 ഭാഗങ്ങളുണ്ട്. താഴെ പറയുന്നു: 1. RAM മെമ്മറി, 2. ROM മെമ്മറി. സെക്കൻഡറി മെമ്മറി പ്രൈമറി മെമ്മറി മാത്രം ഉപയോഗിച്ച് ഒരു കമ്പ്യൂട്ടറിന് കാര്യമായി പ്രവർത്തിക്കുവാനാകുന്നില്ല. മാത്രവുമല്ല, കമ്പ്യൂട്ടർ ഓഫാക്കുമ്പോൾ പ്രൈമറി മെമ്മറിയിലെ വിവരങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് ധാരാളം വിവരങ്ങൾ ദീർഘകാലത്തേക്ക് സംഭരിച്ചു വയ്ക്കുവാൻ സെക്കൻഡറി മെമ്മറി ഉപയോഗിക്കുന്നു. പ്രൈമറി മെമ്മറിയെ അപേക്ഷിച്ച് സെക്കൻഡറി മെമ്മറിക്ക് വേഗത കുറവാണ്. E.g. ഹാർഡ് ഡിസ്ക്, ഒപ്റ്റിക്കൽ ഡിസ്ക്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. CPUവിനെ കമ്പ്യൂട്ടറിന്റെ ബ്രെയിനായി കണക്കാക്കുന്നു. ഇൻപുട്ടിനെയും ഔട്ട്പുട്ടിനെയും മെമ്മറി ഉപകരണങ്ങളെയും മറ്റ് കമ്പ്യൂട്ടർ റിസോഴ്സുകളെയും നിയന്ത്രിക്കുകയും കൂടാതെ കമ്പ്യൂട്ടറിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും സംസ്കരണം നടത്തുകയും ചെയ്യുന്ന കമ്പ്യൂട്ടറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് CPU. ഇതിന് 2 ഭാഗങ്ങളുണ്ട്. 1. കൺട്രോൾ യൂണിറ്റ്, 2. അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റിനെ കമ്പ്യൂട്ടറിന്റെ നാഡീവ്യൂഹം എന്ന് വിശേഷിപ്പിക്കുന്നു.
പ്രൈമറി മെമ്മറിയിൽ എത്തിച്ചേർന്ന വിവരങ്ങളെ കൺട്രോൾ യൂണിറ്റിന്റെ സഹായത്തോടുകൂടി പ്രോസസ്സിംഗ് നടത്തുകയും പിന്നീട് അർത്ഥപൂർണമായ വിവരങ്ങളെ തിരിച്ച് പ്രൈമറി മെമ്മറിയിലേക്ക് എത്തിക്കാനും കൺട്രോൾ യൂണിറ്റ് സഹായിക്കുന്നു. കമ്പ്യൂട്ടറിലെ മറ്റെല്ലാ യൂണിറ്റുകളെയും നിയന്ത്രിക്കുന്നത് കൺട്രോൾ യൂണിറ്റാണ്. അരിത്മെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ഒരു കമ്പ്യൂട്ടറിലെ പ്രധാന പ്രോസസ്സിംഗ് മേഖലയാണ്. ALU കൺട്രോൾ യൂണിറ്റിന്റെ നിയന്ത്രണത്തിന് വിധേയമായാണ് ALU പ്രവർത്തിക്കുന്നത്. ഇതിൽ അരിത്മെറ്റിക് വിഭാഗം, ലോജിക്കൽ വിഭാഗം എന്നിങ്ങനെ 2 ഭാഗങ്ങളുണ്ട്. കണക്കുകൂട്ടലുകളെല്ലാം അരിത്മെറ്റിക് ഭാഗത്തും മറ്റ് സംസ്കരണങ്ങളെല്ലാം ലോജിക്കൽ ഭാഗത്തുമാണ് നടക്കുന്നത്. ഔട്ട്പുട്ട് യൂണിറ്റ് വിവരസംസ്കരണത്തിനു ശേഷം ഉത്തരങ്ങളെ യൂസറിന് നൽകുന്നത് ഔട്ട്പുട്ട് യൂണിറ്റ് വഴിയാണ്. ഉത്തരങ്ങളുടെ സ്വഭാവമനുസരിച്ച് ഔട്ട്പുട്ട് ഉപകരണങ്ങൾ ഒരു കമ്പ്യൂട്ടറിൽ പ്രവർത്തിക്കുന്നു. വിവിധതരം ഔട്ട്പുട്ട് ഉപകരണങ്ങൾ താഴെ പറയുന്നു. 1. മോണിറ്റർ കമ്പ്യൂട്ടറിൽ സ്വീകരിക്കുന്ന ഡേറ്റയെയും പ്രോസസ് ചെയ്ത വിവരങ്ങളെയും പ്രദർശിപ്പിക്കുന്നതിനുപയോഗിക്കുന്ന ഒരു വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റാണ് മോണിറ്റർ. ഒരു മോണിറ്ററി സഹായത്തോടെ ഒരു സ്ക്രീനിൽ തന്നെ ഒന്നിലധികം പ്രോഗ്രാമുകളെയും വിൻഡോകളെയും കാണാൻ സാധിക്കുന്നു. എക്സാമ്പിൾ .crdd l.ed 2. സ്പീക്കർ ശബ്ദരൂപത്തിലുള്ള ഔട്ട്പുട്ടിനെ പുറത്തെടുക്കാൻ സ്പീക്കർ ഉപയോഗിക്കുന്നു. വിവിധതരം ഇൻപുട്ട് ഉപകരണങ്ങൾ വഴി കമ്പ്യൂട്ടറിലേക്കെത്തുന്ന ശബ്ദങ്ങളെ സംസ്കരിച്ച ശേഷം സ്പീക്കർ വഴി പുറത്തേക്ക് നൽകുന്നു. 3. പ്രിന്റർ വിവരങ്ങളെ കടലാസിലേക്ക് പകർത്താൻ ഉപയോഗിക്കുന്ന ഒരു ഔട്ട്പുട്ട് ഉപകരണമാണ്. പ്രിന്റർ ഓഫീസുകളിലും വീടുകളിലുമെല്ലാം ഇതുപയോഗിക്കുന്നു. പ്രിന്ററിനെ അതിന്റെ പ്രവർത്തനമനുസരിച്ച് ഇംപാക്ട് പ്രിന്റർ, നോൺ ഇംപാക്ട് പ്രിന്റർ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. ഇംപാക്ട് പ്രിന്റർ പ്രിന്റിംഗ് സമയത്ത് പ്രിന്റർ ഹെഡും പേപ്പറും നേരിട്ട് സമ്പർക്കത്തിൽ വരികയാണെങ്കിൽ അവയെ ഇംപാക്ട് പ്രിന്റർ എന്ന് വിളിക്കുന്നു. e.g. ഡ്രം പ്രിന്റർ, ചെയിൻ പ്രിന്റർ, ഡോട്ട് മാട്രിക് പ്രിന്റർ. നോൺ ഇംപാക്ട് പ്രിന്റർ പ്രിന്റിംഗ് സമയത്ത് പ്രിന്റർ ഹെഡും പേപ്പറുമായി നേരിട്ട് സമ്പർക്കത്തിൽ വരാത്ത പ്രിന്ററുകളെ നോൺ ഇംപാക്ട് പ്രിന്റർ എന്ന് പറയുന്നു. ഇത് വളരെ വേഗത കൂടിയ പ്രിന്ററാണ്. e.g. ഇങ്ക് ജെറ്റ് പ്രിന്റർ, ലേസർ പ്രിന്റർ, മൾട്ടിമീഡിയ പ്രൊജക്ടർ ഒരു സ്ക്രീനിലോ പരന്ന പ്രതലത്തിലോ വീഡിയോ ചിത്രങ്ങൾ, കമ്പ്യൂട്ടർ ഡേറ്റ എന്നിവ പ്രദർശിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റാണ് മൾട്ടിമീഡിയ പ്രൊജക്ടർ. പ്ലോട്ടർ ഫ്ലെക്സുകൾ, വലിയ ബാനറുകൾ എന്നിവയെല്ലാം പ്രിന്റ് ചെയ്യുന്നതിനുപയോഗിക്കുന്ന ലാർജ് സൈസ് പ്രിന്ററുകളാണ് പ്ലോട്ടർ. പ്രിന്ററിനെ പോലെ തന്നെയാണ് പ്ലോട്ടറിന്റെയും പ്രവർത്തനം. സ്പീച്ച് സിന്തസൈസർ ടെക്സ്റ്റിനെ സ്പീച്ചാക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന ഔട്ട്പുട്ട് ഉപകരണമാണ്. സ്പീച്ച് പ്രോഗ്രാമുകളുടെയും മനുഷ്യശബ്ദം റെക്കോർഡ് ചെയ്തിട്ടുള്ള ഡേറ്റാബേസിന്റെയും സഹായത്തോടെ ടെക്സ്റ്റിനെ വളരെ കൃത്യമായി മനുഷ്യശബ്ദമാക്കി മാറ്റാൻ സ്പീച്ച് സിന്തസൈസർ ഉപയോഗിക്കുന്നു. കമ്പ്യൂട്ടർ മെമ്മറി ഒരു കമ്പ്യൂട്ടറിൽ വിവരങ്ങളെയും നിർദ്ദേശങ്ങളെയും സംഭരിച്ചു വയ്ക്കുന്ന ഭാഗങ്ങളാണ് മെമ്മറി. വിറ്റുകളായും ബൈറ്റുകളായുമാണ് മെമ്മറിയിൽ വിവരങ്ങൾ ശേഖരിക്കുന്നത്. അത്തരം വിറ്റുകളുടെയും ബൈറ്റുകളുടെയും എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് കമ്പ്യൂട്ടറിന്റെ സംഭരണശേഷി അളക്കുന്നത്. മെമ്മറിയിൽ വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്ന ഏറ്റവും ചെറിയ ഭാഗമാണ് ബിറ്റുകൾ. കമ്പ്യൂട്ടർ മെമ്മറിയെ 3 തരംതിരിച്ചിരിക്കുന്നു. 1. പ്രൈമറി മെമ്മറി, 2. കാഷെ മെമ്മറി, 3. സെക്കൻഡറി മെമ്മറി. പ്രൈമറി മെമ്മറിയെ മെയിൻ മെമ്മറി എന്നും ഇന്റേണൽ മെമ്മറി എന്നും വിളിക്കുന്നു. പ്രോസസ്സിംഗിനാവശ്യമായ ഡാറ്റയെ താൽക്കാലികമായി സംഭരിച്ചു വയ്ക്കാൻ പ്രൈമറി മെമ്മറി ഉപയോഗിക്കുന്നു. ഇതിന് വേഗത വളരെ കൂടുതലാണ്, സംഭരണശേഷി വളരെ കുറവുമാണ്. CPU-ന് നേരിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന മെമ്മറിയാണ് പ്രൈമറി മെമ്മറി. റാം, റോം എന്നിങ്ങനെ. പ്രൈമറി മെമ്മറിക്ക് 2 ഭാഗങ്ങളുണ്ട്. റാം മെമ്മറി പ്രോസസ്സിംഗിനാവശ്യമായ ഡേറ്റയും പ്രോഗ്രാമിനെയും റാമിലാണ് താൽക്കാലികമായി സംഭവിച്ചു വയ്ക്കുന്നത്. റാമിനെ വോളറ്റൈൽ മെമ്മറി എന്ന് വിളിക്കുന്നു. കാരണം കമ്പ്യൂട്ടർ ഓണായി ഓഫാകുന്ന സമയം വരെ മാത്രമേ റാം പ്രവർത്തിക്കുകയുള്ളൂ. കമ്പ്യൂട്ടർ ഓഫായാൽ റാമിലെ വിവരങ്ങൾ നഷ്ടമാകുന്നു. റാമിലെ വിവരങ്ങളെ വായിച്ചെടുക്കാനും മാറ്റങ്ങൾ വരുത്തുവാനും സാധിക്കുന്നു. ഇവ സ്റ്റാറ്റിക് റാം, ഡൈനാമിക് റാം എന്നിങ്ങനെ 2 തരത്തിലുണ്ട്. സ്റ്റാറ്റിക് റാം കമ്പ്യൂട്ടർ ഓണായ സമയം മുഴുവൻ ഡാറ്റയെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന റാമുകളാണ് സ്റ്റാറ്റിക് റാം. ഡൈനാമിക് റാം കമ്പ്യൂട്ടർ ഓണായിരിക്കുന്ന അവസ്ഥയിൽ ഡൈനാമിക് റാമിലെ ഡാറ്റ നഷ്ടപ്പെട്ടേക്കാം. അതുകൊണ്ട് ഡൈനാമിക് റാമുകൾ റിഫ്രഷിംഗ് സർക്യൂട്ടുകളുടെ സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്നു. റോം മെമ്മറി പ്രൈമറി മെമ്മറിയുടെ ഭാഗമായ റോം ഒരു നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പ്രോഗ്രാമുകളെ സ്ഥിരമായി സംഭരിച്ചു വയ്ക്കാൻ റോം ഉപയോഗിക്കുന്നു. റോമിലെ വിവരങ്ങളെ വായിച്ചെടുക്കുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. മാറ്റങ്ങൾ വരുത്താൻ കഴിയില്ല. വിവിധതരം റോമുകൾ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നു. അവർ താഴെ ചേർക്കുന്നു: 1. പ്രാം, 2. EPROM, 3. EPROM. കാഷെ മെമ്മറി CPU-വിന്റെയും പ്രൈമറി മെമ്മറിയുടെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വേഗത കൂടിയ കാഷെ മെമ്മറി. പ്രൈമറി മെമ്മറിയിൽ നിന്നും പ്രോസസ്സിംഗിനായി CPU-വിലേക്ക് പോകുന്ന ഡാറ്റയുടെ ഒരു കോപ്പി കാഷെ മെമ്മറിയിൽ താൽക്കാലികമായി ശേഖരിക്കപ്പെടുന്നു. ഇത് പ്രോസസ്സിംഗിന്റെ വേഗത കൂട്ടാൻ സഹായിക്കുന്നു. കാഷെ മെമ്മറി പ്രൈമറി മെമ്മറിയേക്കാൾ സഹായിക്കുന്നു. കൂടിയതും ഉയർന്ന പെർഫോമൻസ് തരുന്നതുമാണ്.
പ്രൈമറിക്കും CPU-വിനുമിടയിൽ ഒരു ബഫർ പോലെ പ്രവർത്തിക്കുന്നതിനാൽ ബഫർ സ്റ്റോറേജ് എന്നും വിളിക്കുന്നു.